ഹായ് എവ്രിബഡി. ഈ ക്ലാസ്സിൽ നമ്മൾ നവംബർ 2022 തേർഡ് സെമ്മിൻ്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് എയിലെ 2 to 3 മാർക്സുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 25 മാർക്സ് സീലിംഗ് ഉണ്ട്. യശോധര ക്യാ शिकायत करती है. सिद्धार्थ यशोधरा को रात्रि में सोती हुई छोड़कर निकल जाते हैं. സിദ്ധാർത്ഥൻ രാത്രിയിൽ യശോധരയെ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. यशोधरा को इसी बात का दुख था कि उसके पति ने यह समझ लिया होगा कि वह उनके मार्ग की बाधा बनेगी, इसलिए उसे बिना बताए घर छोड़कर चले गए. യശോധരയ്ക്ക് ഇതന്നെയാണ് ഒരു സങ്കടമായിട്ടുള്ളത് എന്ന് വെച്ചാൽ അവളുടെ ഭർത്താവ് വിചാരിച്ചിട്ടുണ്ടാവും അദ്ദേഹം പോകുന്ന വഴിയിലെ ഒരു വിഘ്നമായിട്ട് അവൾ നിൽക്കുമെന്നത്. അതുകൊണ്ട് ആണ് അവളെ അറിയിക്കാതെ അദ്ദേഹം ഇറങ്ങിപ്പോയത് എന്ന് യശോധര സ്വയം ചിന്തിക്കുകയാണ്. അതാണ് യശോധരയ്ക്ക് ആകെപ്പാടെയുള്ള ഒരു കംപ്ലൈൻറ്റ്. കബീർ കോ സൻസാർ കി ഹാലത്ത് പർ ദുഃഖ് ക്യൂ ഹുവ. കബീറിന് ഈ സമൂഹത്തേക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ ലോകത്തേക്ക് നോക്കിയിട്ട് എന്തുകൊണ്ടാണ് വിഷമമായത് എന്നാണ് ചോദ്യം. കബീർ കഹത്തെ ഹെ കി സൻസാർ കെ ലോഗ് ക്ഷണിക് സുഖോ കെ പീछे പാഗൽ ഹെ. കബീർ പറയുന്നത് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ക്ഷണികമായിട്ടുള്ള സുഖത്തിൻ്റെ പുറകെയാണ് ഓടുന്നത്. വേ അജ്ഞാൻ കെ അന്ധേരെ മേ ഭട്ടക് രഹേ ഹെ ഓർ സാംസാരിക് സുഖോ കെ പീछे ഖാ പീക്കർ ഖുഷി സേ ജീ രഹേ ഹെ. ഈ ലോകത്തിലെ ആൾക്കാർക്ക് അറിവില്ലാത്തത് കൊണ്ടും അവർ ഈ ഒരു മോഹമായുടെ ഒരു വേൾഡിലുള്ളത് കൊണ്ടും അവർ ഈ സുഖങ്ങളുടെ പിന്നാലെ ഓടുകയാണ് ചെയ്യുന്നത്. ഈശ്വർ ഭക്തി പർ ധ്യാൻ നഹി ഹെ ജിസ്കെ ലിയെ ഉൻഹെ ജീവൻ വ്യതീത് കർണ ചാഹിയെ. ഈശ്വരനെ ഭജിച്ചിട്ടാണ് ഈ ജീവിതം മുഴുവൻ അവർ കഴിക്കേണ്ടത്. പക്ഷേ അവർ അതിൽ ഇൻട്രസ്റ്റഡേ അല്ല എന്നാണ് കബീർ പറയുന്നത്. അതുകൊണ്ടാണ് കബീറിന് ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടാണ് കബീറിന് വളരെയധികം വിഷമമാവുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. बीज की व्यथा क्या है. बीजिൻ്റെ സങ്കടം എന്താണ് എന്നാണ് ചോദ്യം. बीज की व्यथा यह है कि वह भारत भूमि पर अंकुरित होने के इंतज़ार में बकरी के कुटलों में सोता रहा, लेकिन उसकी जगह विदेशी बीजों ने ले ली. അതായത് കുട്ടലോം എന്ന് വെച്ചാൽ സീഡുകൾ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലങ്ങളിൽ വലിയ വലിയ പാത്രങ്ങളിൽ സൂക്ഷിച്ചിട്ട് വെക്കുകയാണ് സീഡുകൾ ചെയ്യുന്നത്. ഈ സീഡുകളെ സൂക്ഷിച്ച് വെച്ചു, പക്ഷേ ആ സീഡുകൾക്ക് മുളയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. അവരുടെ സ്ഥാനത്ത് വിദേശത്തു നിന്ന് വന്ന വളരെ ഹൈ ഈൽഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള രീതിയിലുള്ള സീഡുകൾക്കാണ് അവസരം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ സീഡുകൾ, അതായത് നമ്മുടെ നാടൻ വിത്തുകൾ, അവർക്ക് മുളയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. അതാണ് അവരുടെ विषमम. ओके. अष्टचाप की कवियों में सबसे प्रमुख कवि कौन है. उनकी एक प्रमुख रचना का नाम बताइए. അഷ്ടചാപ് കവികളിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കവി ആരാണ്, അദ്ദേഹത്തിൻ്റെ രചന ഏതാണ് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സൂർദാസ് ജിയാണ് അഷ്ടചാപ് കവിയിലെ പ്രമുഖമായിട്ടുള്ള കവി. അദ്ദേഹത്തിൻ്റെ രചനകൾ സുർസാഗർ, സുർസാരാവലി, സാഹിത്യ ലഹരി. ഓക്കെ. രാം ने हनुमान को क्या काम सौंपा था. രാമൻ ഹനുമാന് എന്ത് ജോലിയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. राम ने हनुमान को सीता के पास भेजकर उनको राम की मुद्रिका देकर राम के आगमन का संदेश देने का काम सौंपा है. എന്ന് വെച്ചാൽ രാമൻ ഹനുമാൻ്റെ അടുത്ത് ഒരു കയ്യിലെ മോതിരം കൊടുത്തിട്ട്, മുദ്രിക എന്ന് വെച്ചാൽ കയ്യിലെ മോതിരം കൊടുത്തിട്ട് അത് സീതയെ ഏൽപ്പിച്ച് രാമൻ വരുന്നുണ്ട് എന്ന ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി ഹനുമാനെ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജോലിയാണ് ഹനുമാന് രാമൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുൻപേയും ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതെല്ലാം വായിച്ച് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഈ എക്സാമിൽ പറ്റും. ഔറത്ത് ക്യൂ ബേജഗ ഹോ ജാത്തി ഹെ. ഔറത്ത് എന്തുകൊണ്ടാണ് സ്ഥലമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവരുടെ വീട്ടിലും അവരുടെ നാട്ടിലും എവിടെയും ഒരു സ്ഥലമില്ലാത്ത ഒരു അവസ്ഥ, അതായത് സ്ഥിരമായിട്ടുള്ള ഒരു പൊസിഷൻ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെന്തുകൊണ്ടാണ്. औरतों को बचपन से ही सिखाया जाता है कि उनकी जगह नाखून और केशों की जैसी है, जिसे प्यार से पालने के बाद उनके गिरते ही वह बेजगह हो जाती है. സ്ത്രീകളെ ചെറുപ്പം മുതൽക്കേ പറഞ്ഞു പഠിപ്പിക്കും. അതായത് നിങ്ങൾ നഖങ്ങളെ പോലെയും കേശങ്ങളെ പോലെയുമാണ്, നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച് ഞങ്ങൾ വളർത്തുന്നുണ്ട്, പക്ഷേ അത് താഴെ വീണ് പോയി കഴിഞ്ഞാൽ അവർക്ക് ബേജഗ ആയിപ്പോവും അവർ. അതേപോലെയാണ് സ്ത്രീകളുടെയും അവസ്ഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. തുളസിദാസ് കാ രാം കേസാ ഹെ. തുളസിദാസിൻ്റെ രാമൻ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്വസ്റ്റ്യനിൽ സഗുണമായിട്ടുള്ള ഭക്തിധാരയിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു തുളസിദാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാമനും
സഗുൺ രൂപ് ഉള്ള ഒരാളായിരുന്നു, എന്ന് വെച്ചാൽ രൂപമുള്ള ആളായിരുന്നു, സഗുൺ രൂപമുള്ളതായിരുന്നു. അതായത് അവതാരങ്ങൾ എടുക്കുകയും ലീലകൾ കളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളായിട്ടാണ് തുളസിദാസിൻ്റെ രാമൻ എഴുതപ്പെട്ടിരിക്കുന്നത്. കനുപ്രിയ की കേന്ദ്രീയ കൽപ്പന ക്യാ ഹെ, അതായത് സെൻട്രൽ ഐഡിയ എന്താണ് കനുപ്രിയ എന്ന രചനയിലെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാധ और कृष्ण के तन्मयता के क्षणों को और कृष्ण के മഹാഭാരത് യുദ്ധ के महानायक के रूप में तोला गया है. രാധയും കൃഷ്ണനും സ്നേഹിക്കുന്ന സമയത്തുള്ള കൃഷ്ണൻ്റെ ക്യാരക്ടറും അതേപോലെ ഒരു മഹാനായകനായിട്ടുള്ള ഒരു യുദ്ധത്തിലുള്ള കൃഷ്ണൻ്റെ ക്യാരക്ടറും രണ്ടും കമ്പയർ ചെയ്തിട്ടുള്ള രീതിയിലാണ് കനുപ്രിയയിൽ കാണിച്ചിരിക്കുന്നത് എന്നാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദലിത് മൈത്രി ക്യൂ സംഭവം നഹി മാനത്തെ, ദലിത് മൈത്രി എന്തുകൊണ്ട് സംഭവമല്ല എന്ന് പറയുന്നത് കാരണം ധനം ധരത്തി പോഖർ झील शासन सत्ता पर अपना अधिकार साबित कर जाति के आधार पर ദലിത് കോ ഘൃണ കി നസറോ സെ ദേഖാ ജാത്താ ഹെ. അതായത് എന്തൊരു കാര്യത്തിലും ധനത്തിൽ ധർത്തിയിൽ അഡ്മിനിസ്ട്രേഷൻ ഭരണം അതുപോലെ തന്നെ പൊളിറ്റിക്സിൽ എല്ലാ രീതിയിലും അവരവരുടെ മേൽക്കൈ സ്ഥാപിക്കാനാണ് ആൾക്കാർ ശ്രമിക്കുന്നത്. അത് ജാതിയുടെ പേരിലാണേനും അങ്ങനെ സ്ഥാപിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എപ്പോഴും ദളിതനെ ഒരു ഘൃണയായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു സമീപനത്തിലൂടെയാണ് ദളിതനെ നോക്കിക്കാണാറ്. അതുകൊണ്ട് തന്നെ ദലിത് മൈത്രി ഒരിക്കലും സംഭവമല്ല എന്നാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. പേട് കോ കവി മഹാൻ ക്യൂ കഹത്തെ ഹെ, പേടിനെ എന്തുകൊണ്ടാണ് കവി മഹാനാണ് എന്ന് പറയുന്നത്. पेड़ हर एक मुसीबत के बाद भी गिरता तो ज़रूर है लेकिन वह फिर दूसरे दिन उठकर वैसे ही हर एक प्रश्न का मुकाबला करता है. മരങ്ങൾ എല്ലാ പ്രശ്നങ്ങളെയും നല്ല രീതിയിൽ ഫേസ് ചെയ്യുകയും ചലഞ്ച് ചെയ്തിട്ടുള്ള രീതിയിൽ ഫേസ് ചെയ്യുകയും പിന്നെയും താഴെ വീഴുകയാണെങ്കിൽ തന്നെ പിന്നെയും പിറ്റേ ദിവസം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിൽ നിന്ന് മനുഷ്യൻ ഒരു പാഠം പഠിക്കുകയാണ് വേണ്ടത് എന്നാണ് കവി പറയുന്നത്. ഇസ്ലിയെ കവി പേड़ को महान कहते हैं. सूरदास के मत ने मनुष्य को मोक्ष कब तक नहीं मिला. സൂർദാസിനനുസരിച്ചിട്ട് ഏതുവരെയാണ് മനുഷ്യന് മോക്ഷം കിട്ടാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സൂർദാസ് के अनुसार मनुष्य को मोक्ष तब तक नहीं मिलता जब तक वह ईश्वर मार्ग पर नहीं आता और ईश्वर की प्रार्थना नहीं करता. അതായത് നമ്മൾ സൂർദാസിൻ്റെ ദോഹയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, മനുഷ്യൻ ഈശ്വർ മാർഗത്തിൽ പ്രവേശിക്കാത്തോളത്തോളം കാലം അവൻ ഈ ഒരു ജനനം മരണം എന്ന ഈ ചക്രത്തിൽ തന്നെ പെട്ട് മോക്ഷം കിട്ടാതെ വലയുകയാണ് ചെയ്യുന്നത് എന്ന് സൂർദാസ് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ആൻസർ വരേണ്ടത്. ഈശ്വര ഭക്തിയിലേക്ക് വരികയാണ് മനുഷ്യ ജന്മത്തിൽ ചെയ്യേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്നാണ് സൂർദാസ് ജി പറയുന്നത്. കബീർ കി രചനായെ കോൺ കോൺ സി ഹെ, കബീറിൻ്റെ രചനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. उनकी कुछ प्रसिद्ध रचनाओं में कबीर बीजक सुख निधन होली गम ശബ്ദ് വസന്ത് സഖി ഓർ രക്ത് ഷാമിൽ ഹെ. കബീറിൻ്റെ മെയിൻ ആയിട്ടുള്ള രചനകളാണ് ബീജക് രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ സുഖ് നിധൻ ഹോലി ഗം ശബ്ദ് വസന്ത് സഖി ഒക്കെ ഇതിൽ ഉൾപ്പെട്ടവയാണ്. ധൃതരാഷ്ട്ര അപ്നെ പുത്ര കോ സംജാനെ കെ ലിയെ തയ്യാർ നഹി ഹെ ക്യൂ, എന്തുകൊണ്ടാണ് ധൃതരാഷ്ട്രൻ അദ്ദേഹത്തിൻ്റെ പുത്രനെ പറഞ്ഞ് മനസ്സിലാക്കാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ രാജാ ധൃതരാഷ്ട്ര ജന്മസേ അന്ധേ थे और पुत्र स्नेह उनकी कमज़ोरी थी. अधिकार चाह के कारण वे दुर्योधन को कुछ समझा नहीं पाते या उनकी कोई गलती नहीं दिखा पाते. എന്ന് വെച്ചാൽ ധൃതരാഷ്ട്ര ജന്മന അന്ധനായിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ പുത്രസ്നേഹം അദ്ദേഹത്തിനെ വീക്കാക്കിയിരുന്നു. അതായത് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് തന്നെ പുത്രസ്നേഹമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനാണെങ്കിലോ ഭരണം വേണമെന്നൊരു രാജപദവി വേണമെന്നൊരു ചിന്താഗതിയുള്ള ആളായിരുന്നു. ഇതെല്ലാ കാരണങ്ങളോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുത്രനെ തിരുത്താത്തത്, പറഞ്ഞു മനസ്സിലാക്കാത്തത് എന്നാണ് ഈ ആൻസറിലെ അർത്ഥം വരുന്നത്. കനുപ്രിയാമേ കിസ് ഭാവന കാ വർണ്ണൻ ഹെ, കനുപ്രിയയിലെ ഏത് ഭാവനയാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. കൃഷ്ണ की प्रिय राधा की अनुभूतियों की गाथा है. कनुप्रिया इस रचना में मन की संवेदना और प्यार के नैसर्गिक सौंदर्य को उभार कर दिखाया गया है. അതായത് രാധയുടെ അനുഭൂതികളാണ് ഈ ഒരു കൃതിയിൽ കവി ഉയർത്തി കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള രീതിയിലുള്ള ഒരു ബ്യൂട്ടി, അതിൻ്റെ ഒരു പ്യുവർനെസ് ആണ് ഈ ഒരു കൃതിയിൽ കാണിച്ചിരിക്കുന്നത് കവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, मैंने कहा पेड़ कविता का क्या संदेश देती है. मैंने कहा पेड़ കവിത എന്ത് സന്ദേശമാണ് നമുക്ക് തരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ उत्तर वरेंडത് पेड़ ने सदियों के उगने डूबने भरने चीजने बदलने से एक ही सीख पाई है कि जो मरण धर्मा है वही जीवनदायी है. അതായത് സദിയും എന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് പേട്
എന്താ ചെയ്യുന്നത്, വളരുന്നുണ്ട്, താഴെ വീഴുന്നുണ്ട്, പിന്നെയും വളരുന്നുണ്ട്, പിന്നെയും താഴെ വീഴുന്നുണ്ട്, പല പല ചാലഞ്ചസ് ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ പേട് പഠിച്ചിരിക്കുന്ന ഒരൊറ്റ പാഠമാണ് മരം ധർമ്മയാണ് ജീവൻദായി എന്ന്. ഇതാണ് നിങ്ങൾ ആ ആൻസർ ആയിട്ടുള്ള രീതിയിൽ എഴുതേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ 4 മാർക്സ് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. വലിയ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ആരാണോ കവിത എഴുതിയിരിക്കുന്നത് ആ കവിയെ ആദ്യം പരിചയപ്പെടുത്തുക, അദ്ദേഹത്തിന് പ്രമുഖമായിട്ടുള്ള രചനകൾ എഴുതുക, അവരെക്കുറിച്ചുള്ള കുറച്ചും കൂടിയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്താണോ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് അതിനുള്ള ആൻസേഴ്സ് 2 പാരഗ്രാഫ് ആയിട്ടുള്ള രീതിയിൽ ഒരു 3/4 പേജ് വരുന്ന രീതിയിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നല്ല രീതിയിൽ എലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിൽ നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോൻ്റെ PDF നോട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അത് ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങൾ. ഓക്കെ, നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. താങ്ക്